ഞാൻ തോമ, ആട് തോമ. നല്ല ഒന്നാം തരം കറുത്ത മുട്ടനാടിന്റെ ചങ്കിലെ ഇരുന്നാഴി ചോരമതി തോമാച്ചായൻ ആനയോടിച്ചു നിൽക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി മാർക്കറ്റിനുള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്ന് നമ്മളൊരു മൂവി ലൊക്കേഷൻ തേടി വന്നതാണ്. 1995 ഭദ്രൻ സാർ സംവിധാനം ചെയ്തിട്ടുള്ള സ്പടികം സിനിമയുടെ ലൊക്കേഷൻ. അപ്പോൾ സ്പടികം സിനിമയുടെ ലൊക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ. നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്നത് ചങ്ങനാശ്ശേരി ബോട്ടിയെട്ടിയാണ്. ഫസ്റ്റ് ഫൈറ്റിലുണ്ട്, സ്പടികത്തിലെ ഫസ്റ്റ് ഫൈറ്റിനകത്ത് ലാലേട്ടൻ ജീപ്പ് ജമ്പ് ചെയ്യിക്കുന്നത് ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെയാണ് കേട്ടോ. ഈ കാണുന്നൊരു ബിൽഡിംഗ് ഉണ്ടോ, ഈ ബിൽഡിംഗാണ് ലാലേട്ടൻ്റെ ക്ലബ്ബായിട്ട് സ്പടികം മൂവിയിൽ കാണിക്കുന്നത്. ഇത് ക്ലബ്ബാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മൂവിക്കകത്ത് ലാലേട്ടൻ്റെ സുഹൃത്തിൻ്റെ സൗണ്ട് കടയാണ്. കുറ്റിക്കാരൻ എസ് ഐ വരുമ്പോൾ ലാലേട്ടൻ്റെ സുഹൃത്തിനോട് ചോദിക്കുന്ന ഒരു സീനുണ്ട്, നീ സൗണ്ട് നടത്തുവാണോ അതോ ക്ലബ്ബ് നടത്തുവാണോ എന്ന്. ആ ഒരു ബിൽഡിംഗാണ് കേട്ടോ ഇത്. ആദ്യത്തെ സീനിൽ ആടുതോമേനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറേ പോലീസുകാർ വരുമല്ലോ. എസ് ഐ കുറ്റിക്കാടൻ സാറിനെ നിന്നെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ലാലേട്ടനെ കൊണ്ടുവരാൻ വേണ്ടി 2 പോലീസുകാർ കയറി പോകുന്നത് ഇതിലെ കൂടിയാണ് കേട്ടോ. ഈ കാണുന്ന ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ് തുളസി എന്ന കഥാപാത്രം കള്ളൊക്കെ ഒഴിച്ചു കളയുന്ന ആ സീനൊക്കെ എടുത്തിട്ടുള്ളതും ഈ ഒരു ബിൽഡിങ്ങിൽ വെച്ചിട്ടാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഇവിടെ വെച്ച് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NF റീസറിൻ്റെ കയ്യിൽ ലാലേട്ടൻ മുത്തം കൊടുക്കുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീനാണ് സ്പടിക സിനിമയിലെ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു സീൻ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ വെച്ചെടുത്തേക്കണം കേട്ടോ. തോമയുടെ മനസ്സിൽ ഒരു ദുഃഖമുള്ളൂ പാച്ചോട്ടാ. ആ പാവം ബാലുവിന്റെ കയ്യിൽ അന്ന് ഞാൻ കോമ്പസിന് കുത്തി. പാടില്ലായിരുന്നു, അവനെന്ത് വിളിച്ചു. എന്നെങ്കിലും അവനെ കാണുമ്പോ ആ കൈവെള്ളയെ കൊടുക്കാൻ തോമ ഒരു മുത്തം സൂക്ഷിച്ചിരുന്നു. അത് സാധിച്ചില്ല. ഈ കാണുന്ന കപ്പയുടെ ഉണ്ടല്ലോ, ഈ കപ്പയുടെ അവിടെ വെച്ച് ഒരുപാട് സീൻസ് ഉണ്ട്. ലാലേട്ടൻ ഓട്ടക്കാരനെ കൊണ്ട് നേർച്ചപ്പെട്ടിയിലേക്ക് ഇടുന്ന ഒരു സീൻ എടുത്തിട്ടുള്ളത് ഈ കാണുന്ന കപ്പടയെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ സ്പടികം സിനിമയുടെ ആദ്യത്തെ ഒരു സീനിൽ ലാലേട്ടൻ കൊണ്ട് വണ്ടി ഇടുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ലാലേട്ടൻ ആ കുട്ടിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്ന ഒരു സീനുണ്ട്. സ്പടികം മൂവിലൊരു സീനുണ്ട്, ലാലേട്ടൻ ലോറി കൊണ്ടുവന്നിട്ട് പോലീസ് ജീപ്പ് ഇടിപ്പിച്ചിട്ട് പോലീസ് ജീപ്പ് എന്നിട്ട് ഒരു കടയുടെ പുറക്കിട്ട് ഇടിക്കുന്ന ഒരു സീൻ. അപ്പോൾ കാണിക്കുന്നത് ഇതാ കാണുന്ന ഒരു സ്റ്റെപ്പാണ് കേട്ടോ. ആ സ്റ്റെപ്പിട്ടാണ് ആ പോലീസ് ജീപ്പ് കൊണ്ട് ഇടിപ്പിക്കുന്ന ഒരു സീനുള്ളത്. ഈ കാണുന്ന കടയുണ്ടല്ലോ, ഈ കടയാണ് സ്പടികം മൂവിയിലെ ബഹദൂർക്കയുടെ കടയായിട്ട് കാണിക്കുന്നത്. ബഹദൂർക്ക ഇരുന്ന് തയ്ക്കുന്നത് ഇതാ ഇവിടെയായിട്ടാണ്. ചാക്കോമാഷ് മരിച്ചു കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഈ കടയിൽ വരുമ്പം ബഹദൂർക്ക വിളിക്കുന്ന ഒരു വിളിയുണ്ട്, തോമാച്ച എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഒരു വിളിയുണ്ട്. ആ ഒരു വിളിയിലുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഫീലിംഗ്. അല്ലെങ്കിൽ കുറുപ്പേട്ടനും ആടുതോമയും തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി കാണിക്കുന്ന ഒരു സീനാണത്. നമ്മൾ മാർക്കറ്റിലൂടെ കുറച്ച് ദൂരം നടന്ന് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു അക്ഷയ കേന്ദ്രത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഈ അക്ഷയ കേന്ദ്രം ഇരിക്കുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്പടിക സിനിമയിലെ ഫസ്റ്റ് ഫൈറ്റ് ഉണ്ടല്ലോ, ആ ഫസ്റ്റ് ഫൈറ്റ് ലാലേട്ടൻ ഒരു മുളയെ കുത്തി ചാടത്തില്ലേ, ആ മുളയെ കുത്തി ചാടുന്നത് ഈ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്കാണ്. അതിനുശേഷം ഒരു ഗുണ്ടയെ ഇടിച്ചിട്ട് ലാലേട്ടൻ ഒരു ലോറിയുടെ പുറത്തേക്ക് ഇടുന്ന ഒരു സീൻ കൂടിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ചാടുന്നത് ദാ ഒരു ഭാഗത്തു നിന്നാണ്. ദാ ഒരു ഷെയ്ഡ് കണ്ടോ, ആ ഷെയ്ഡിൻ്റെ ഭാഗത്തു നിന്നാണ് ചാടുന്നത്. ഇവിടെ കാണുന്ന ഈ ബിൽഡിങ്ങിൻ്റെ മുകളിലത്തെ ഭാഗത്തേക്ക് പോകുന്ന ഒരു സ്റ്റെയറാണ്. ആ സ്റ്റെയർ കേസ് വഴി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇവിടെ ഒരാൾ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ, ശല്യപ്പെടുത്താൻ കയറിപ്പോകാം. സ്പടികം മൂവിയിൽ പൂക്കോയുടെ കടയായിട്ട് കാണിക്കുന്നത് ഈ ഒരു ഷോപ്പാണ്. ഈ ഒരു ഷോപ്പിലേക്കാണ് ലാലേട്ടൻ ഫസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടിക്കയറി വരുന്നത്. ഓടിക്കയറി വന്നിട്ട് പൂക്കോയുള്ള പഞ്ച് ഡയലോഗ്സൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇതാണ് അപ്പോൾ പൂക്കോയ ഇന്ദ്രൻസേരനെ അടിച്ച് ഒരു ത്രാസിലേക്ക് ഇരുത്തുന്നതും ഇതാ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഇതൊരു ജൈവവളക്കടയാണ് കേട്ടോ, ജൈവവളക്കട. പൂക്കോയി തന്റെ പുതിയ ആപ്പിളേക്ക് PhD കിട്ടി, ഡോക്ടറേറ്റ്. അതെടുക്ക. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. എന്തിന്? പൂക്കോയിന് അടിച്ചേന്. അപ്പൊ പൂക്കോയി അടിച്ചാൽ സ്വർണം തരും അല്ലേ? ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പൂക്കോയുടെ കട. അപ്പോൾ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടാണ് പ്രതിഭ ട്യൂട്ടോറിയൽ കോളേജ്. ഇവിടെയായിട്ടാണ് പ്രതിഭ ട്യൂട്ടോറിയൽ കോളേജ് എന്ന് സ്പടികം സിനിമയിൽ എഴുതിയിരിക്കുന്നത്.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചങ്ങനാശ്ശേരി മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നേരെ കുടമാളൂരിലേക്ക് പോവാണ്. അവിടെയാണ് സ്ഫടിക സിനിമയിലെ വീടുള്ളത്. നമുക്ക് നേരെ കുടമാളൂരിലേക്ക് പോകാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തെക്കേടത്ത് മനയുടെ ഫ്രണ്ടിലാണ്. ഈ വീടാണ് സ്ഫടിക സിനിമയിൽ ലാലേട്ടൻ്റെ വീടായിട്ട് കാണിക്കുന്നത്. ഒരുപാട് ഇമോഷണൽ സീൻസൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീടാണിത്. അപ്പോൾ ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. ഈ മനയുടെ അകത്തേക്ക് കയറാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓണേഴ്സൊക്കെ ജർമ്മനിയിലാണ്. അപ്പോൾ ഇത് നോക്കുന്നൊരു ചേട്ടനുണ്ട്, ഭാസ്കരൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞതനുസരിച്ച് നമുക്ക് ഗേറ്റിന് പുറത്ത് നിന്ന് വീഡിയോ എടുക്കാനുള്ള അനുവാദമേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് പെർമിഷൻ കിട്ടുമ്പോൾ ഈ വീടിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ചാക്കോ മാസ്റ്ററെ അനുസരിക്കാതെ പോയതിന്റെ ഒക്കെ ഗതി അവരോട് ചോദിച്ചാൽ അറിയാം. ലാലേട്ടനും തിലകൻ സാറിൻ്റെ ഒരുപാട് ഗംഭീര പെർഫോമൻസ് ഉള്ള സിനിമയാണ് സ്ഫടികം. സ്ഫടികം സിനിമയിൽ ഒരുപാട് ഇമോഷണൽ സീൻസൊക്കെ എടുത്തിട്ടുള്ളത് ആ ഒരു പൂമുഖത്ത് വെച്ചിട്ടാണ്. അവനോട് സ്നേഹമുണ്ടെങ്കിൽ നിന്റെ അപ്പം തന്ന ഈ അവസാനത്തെ പൊന്ന് പറിച്ചു കൊടുക്കരുത്. അമ്മയുടെ കയ്യിലൊരു സമ്പാദ്യമായിട്ട് കിടക്കട്ടെ, മകന് ശവപ്പെട്ടി വാങ്ങാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ചാക്കോ മാഷിൻ്റെ ട്യൂഷൻ സെൻറ്റർ സെറ്റ് ഇട്ടിരുന്നത് കേട്ടോ. പിന്നെ ഒരുപാട് സീൻസ് ഉണ്ട് ഇവിടെ വെച്ച്. പൊന്നമ്മച്ചീനെ പിടിച്ച് പോലീസുകാർ തല്ലുമ്പം പോലീസുകാരെ ലാലേട്ടൻ ഇടിക്കുന്ന സീനൊക്കെ ഒരുപാട് മാസ് രംഗങ്ങളുള്ളൊരു സിനിമ കൂടിയാണ് സ്ഫടികം. ഒരുപക്ഷെ മാസ് ആൻഡ് ക്ലാസിൻ്റെ മിക്സാണ് സ്ഫടികം സിനിമ. അപ്പോൾ ഈ കാണുന്ന മുറ്റത്താണ് ചാക്കോ മാഷ് 18-ാം പട്ട തെങ്ങ് നടന്നത്. ചാക്കോ മാഷിന് അനിയനായിട്ട് അഭിനയിക്കുന്ന രാജംപിദേവാണ്. രാജംപിദേവ് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് വക്കച്ചൻ എന്നാണ്. വക്കച്ചനും പള്ളിയിലച്ചനായിട്ട് അഭിനയിക്കുന്ന കരമന ജനാർദ്ദനൻ സാറും കൂടി ആ തെങ്ങ് പറിച്ച് കളയുന്നത് ഈ മുറ്റത്തു നിന്നാണ്. ഇവിടെയായിട്ട് വരും ആ തെങ്ങ് നട്ടിരിക്കുന്നത്. പിന്നെ ഈ മുറ്റത്ത് വെച്ച് തന്നെയുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീനാണ് തുളസി എന്ന കഥാപാത്രത്തെ സ്കൂൾ ടീച്ചറായിട്ട് ചേർക്കുന്നതിന് വേണ്ടി നെടുമുടി വേണ്ടിച്ചേട്ടൻ വരുന്ന ആ ഒരു സീനുള്ളത്. അപ്പോഴാണ് തിലകൻ സാറ് ചോദിക്കുന്നത്, തിരിച്ച് വന്നു അല്ലേ? ആ ഒരു സീനൊക്കെ എടുത്തിരിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ. ഒരുപാട് സീൻസ് ഉണ്ട്. ഓരോ സീൻസും പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഒരു വീഡിയോയുടെ ലെങ്ത് നല്ല രീതിയിൽ കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു പ്ലേസ് കാണിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഓരോ സീൻസും നിങ്ങൾക്ക് ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരും. അല്ലാതെ പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം അത്രത്തോളം മലയാളികളുടെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ് സ്ഫടികം. സ്ഫടിക സിനിമയിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സീനുണ്ട്. ആ സീൻ ചിത്രീകരിച്ചിരിക്കുന്ന ഈ ഒരു മുറ്റത്ത് വെച്ചിട്ടാണ്. അത് വേറെ ഒരു സീനുമല്ല. നമ്മുടെ ചാക്കോ മാഷ് നിൻ്റെ വില ഞാൻ സൂക്ഷിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ലാലേട്ടൻ നേരെ ഓട്ടക്കാലണ എറിഞ്ഞു കൊടുക്കാൻ നേരത്തെ ലാലേട്ടൻ ആ ഓട്ടക്കാലണ എടുത്തിട്ട് നോക്കുന്ന ഒരു സീനില്ലേ, ആ സീനാണ് എനിക്ക് ഈ പടത്തിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സീൻ. സ്ഫടികം മൂവിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ ഉണ്ടാവുമല്ലോ. അതായത് ക്ലാസ് ആണെങ്കിലും മാസ് ആണെങ്കിലും നിങ്ങൾക്കൊരു സീൻ ഇഷ്ടമുണ്ടല്ലോ. ആ ഇഷ്ടപ്പെട്ട സീൻ ഏതാണെന്ന് ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണേ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ തെക്കേടത്ത് മനയുടെ പുറത്ത് നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഭാസ്കരൻ ചേട്ടനാണ് പുറത്ത് നിന്നിട്ട് വിഷ്വൽ എടുക്കാനുള്ള പെർമിഷൻ തന്നത്. ഈ മനയുടെ യഥാർത്ഥ ഓണേഴ്സിനെ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും അവരെ കോൺടാക്ട് ചെയ്തിട്ട് ഈ മനയ്ക്കകത്തെ കാഴ്ചകളൊന്ന് കാണാൻ പറ്റണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കിനി സ്ഫടിക സിനിമയുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മാന്നാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടുത്തെ പള്ളിയുടെ മുന്നിൽ വെച്ചിട്ടാണ് തോമാച്ചായൻ്റെ കണ്ണ് നിറയുന്ന ഒരു സീൻ എടുത്തിട്ടുള്ളത്. ചാക്കോ മാഷ് ജാൻസിമോടെ കല്യാണത്തിന് തോമാച്ചായനെ ഒരു അപരിചിതനെ പോലെ കല്യാണം ക്ഷണിക്കും. കല്യാണം ക്ഷണിച്ച് കഴിയാൻ നേരത്ത് പൊന്നമ്മച്ച് കരഞ്ഞുകൊണ്ട് പറയും, നീ ഇറങ്ങിപ്പോകാൻ പറയുമ്പോൾ ലാലേട്ടൻ പള്ളിമേടയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഈ ഒരു വഴിയിൽ കൂടിയാണ്. അപ്പോഴാണ് തോമാച്ചായൻ്റെ കണ്ണ് നിറയുന്നത്. കണ്ണ് നിറയാൻ നേരത്ത് തുളസി ആശ്വസിപ്പിക്കാനായിട്ട് വരും. ആ ഒരു സീനൊക്കെ എടുത്തിട്ടുള്ളത് ഈ ഒരു പടിക്കെട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ മാന്നാനം പള്ളിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ട് ഇനി നമ്മൾ സ്ഫടികം മൂവിയുടെ അടുത്ത ലൊക്കേഷനിലേക്കാണ് പോകുന്നത്. പോവാം. നമ്മളിപ്പോൾ പോകുന്നത് കുമരകം ബോട്ട് ജെട്ടിക്ക് സമീപത്തുള്ള കുരിശടിയിലേക്കാണ്. അവിടെ വെച്ചാണ് സ്ഫടികം സിനിമയിൽ തുരപ്പൻ ബാസ്റ്റൻ തോമാച്ചായനെ കുത്തുന്ന സീൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുരിശടിയുടെ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. പൂക്കോയും മകളും ബോട്ടിൽ വന്നിറങ്ങുന്നത് ഈ കുരിശടിക്ക് സമീപത്താണ്. പൂക്കോയുടെ മകളുടെ നിക്കാഹ് തടഞ്ഞ് ബഷീറിനൊപ്പം ലാലേട്ടൻ ബോട്ട് കയറ്റി അവരെ വിടുന്നത് ഈ ഒരു കടവിൽ വെച്ച്. നിക്കാഹിന് തോമാച്ചായനെ വിളിച്ചിട്ടുണ്ടില്ലേ? ആരാ വരണേന്ന് നോക്കി. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ട സ്ഫടിക സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളാണ്. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് സ്ഫടിക സിനിമയുടെ മറ്റൊരു ലൊക്കേഷനിലാണ്. കല്ലറ PTC, കോട്ടയം ജില്ലയിൽ കല്ലറയിലുള്ളൊരു തിയേറ്ററാണ്. ഈ തിയേറ്ററിൽ വെച്ചിട്ടാണ് ലാലേട്ടനും സ്ഫടികം ജോർജും തമ്മിലുള്ള ഫൈറ്റ് സീനൊക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തിയേറ്ററിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം. സ്ഫടികം സിനിമയിൽ അന്ന് ഈ തിയേറ്ററിൽ ഓടുന്ന സിനിമ എന്ന് പറയുന്നത് ദളപതിയാണ്. ആ സിനിമ കാണാൻ കുട്ടിക്കാടൻ SI വരുന്ന സമയത്താണ് ലാലേട്ടനും കുട്ടിക്കാടനും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ് സീനുള്ളത്. ഈ ഒരു തിയേറ്ററിൻ്റെ പേര് കല്ലറ PTC എന്നാണ് കേട്ടോ. ഈ ഒരു തിയേറ്ററിൽ വന്ന് ഞാൻ സിനിമ കണ്ടിട്ടുണ്ട്. മൂന്നാമതൊരാൾ എന്ന് പറഞ്ഞ് ജയറാമേട്ടൻ്റെ സിനിമ പണ്ട് ഞാൻ വന്ന് കണ്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇതൊരു കല്യാണ ഓഡിറ്റോറിയമാണ്. തിയേറ്ററിൻ്റെ കൂടുതൽ കാഴ്ച നമുക്ക് കാണാം. അതായത് ലാലേട്ടനും സ്ഫടികം ജോർജും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു സ്റ്റെയർ കേസ് ഇല്ല, അതൊരു സ്റ്റെയർ കേസ് ഇപ്പോൾ കാണിച്ചിടാം. കണ്ടോ?
ഇത് ബാൽക്കണിയിലേക്ക് കയറി പോകുന്ന സ്റ്റെയർ കേസാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇത് കല്യാണ ഓഡിറ്റോറിയം ആണല്ലോ, അപ്പോൾ ആ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്തുള്ളവരൊക്കെ ഈ വീഡിയോ കാണുവാണെങ്കിൽ അവർക്കൊക്കെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണമെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ. സ്റ്റെയർ കേസിലാണ് ലാലേട്ടൻ ഇവിടെ ഇരിക്കുന്നത്. ലാലേട്ടൻ ഇരിക്കാൻ നേരത്തെ സ്പടികൻ ജോർജ് ഇതിൽ ഇറങ്ങി വരും. ഇറങ്ങി വന്നതിന് ശേഷം നമുക്കൊന്ന് കാണണമെന്ന് പറയും. അതിനുശേഷം സ്പടികൻ ജോർജ് ജീപ്പിൽ വന്നിട്ട് ലാലേട്ടനായിട്ടുള്ള ആ ഒരു ഫൈറ്റ് സീൻ എടുത്തിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. എനിക്ക് തന്നെ തനിച്ചൊന്ന് കാണണം. കണ്ടുകളയാം. ഓ, ഞാനിവിടെ തന്നെ ഉണ്ടാവും. നേരത്തെ അവിടെയാണ് ടിക്കറ്റ് കൊടുത്തിരുന്നത്, അതായിരുന്നു ടിക്കറ്റ് കൗണ്ടർ. ഈ ഒരു ടിക്കറ്റ് കൗണ്ടറും ആ ഒരു കിണറും ആ ഒരു ഫൈറ്റ് സീന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടാണ് ലാലേട്ടൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു ഡയലോഗ്, ഇതെൻ്റെ പുത്തൻ റേബാൻ ക്ലാസ്, ഇത് ചവിട്ടി പൊട്ടിച്ചാൽ നിൻ്റെ കാല് ഞാൻ വിട്ടു. ഇപ്പോൾ ഈ തിയേറ്റർ കല്യാണ മണ്ഡപമാണ്. അകത്തേക്ക് കയറി നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഈ തിയേറ്ററിനകത്ത് ഇപ്പോൾ ഡ്രീം ടീം എന്ന് പറയുന്ന വെഡ്ഡിംഗ് കമ്പനിയിലെ കുറേ ജോലിക്കാർ അവരുടെ ജോലികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ തിയേറ്ററിനകത്ത് നിൽക്കുമ്പോൾ എനിക്ക് ചെറിയൊരു സങ്കടമുണ്ട്. കാരണം ഈ തിയേറ്റർ നിന്ന് പോയല്ലോ. എനിക്ക് മാത്രമല്ല, തിയേറ്ററിനെ സ്നേഹിക്കുന്ന ആരും ഇവിടെ വന്നാലും ചെറിയൊരു സങ്കടം തോന്നും. ഒരുപക്ഷെ കല്ലറ പീറ്റീസ് എന്ന് പറയുന്ന ഈ ഒരു തിയേറ്റർ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്നൊക്കെ പെട്ടെന്ന് വന്ന് സിനിമ കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ചങ്ങനാശ്ശേരി ചന്തയിലെയും കുമരകം ബോട്ട് ചെട്ടിയിലെയും കല്ലറ പീറ്റീസിലെയൊക്കെ വിഷ്വൽസ് ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.